ഹായ് സ്റ്റുഡൻസ്, ഇന്നലത്തെ പോർഷനൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കായ ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് കറക്ഷനിലേക്ക് പോകാം. നമ്മുടെ കണ്ണുകൾക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എബിലിറ്റിയാണ് നമ്മൾ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ റെറ്റീനയിലേക്ക് ലൈറ്റ് പെർഫെക്റ്റ്ലി ലാൻഡ് ആവുകയില്ല. അതുവഴി നമ്മുടെ വിഷൻ എന്തായി മാറും? ബ്ലേർഡായി മാറും. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് ബ്ലറി വിഷന് കാരണമാകുന്ന 3 വെരി കോമൺ ഐ കണ്ടീഷൻസ് ആണ് ഉള്ളത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഈസിലി കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്നത് വഴി, കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഐ കണ്ടീഷൻസ് ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോമൺ ഐ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നല്ലേ? ആദ്യത്തേതാണ് മയോപ്പിയ അഥവാ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയാം. എന്താണ് മയോപ്പിയ? നമുക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ ക്ലിയറായി കാണാൻ സാധിക്കുകയും ദൂരെയുള്ള ഒബ്ജക്ട്സിനെ ബ്ലറിയായി കാണുന്ന അവസ്ഥയുമാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതല്ലേ? ഒന്നെങ്കിൽ നമ്മുടെ ഐബോൾ സ്ലൈറ്റ്ലി ലോങ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഐ ലെൻസ് ഒത്തിരി കേർവ്ഡ് ആണെങ്കിലോ ഇത് സംഭവിക്കും. ഇത് കാരണം ലൈറ്റ് റേസിന്റെ ഫോക്കസ് റെറ്റീനയുടെ ഫ്രണ്ടിലാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്നല്ലേ? കോൺകേവ് ലെൻസ് യൂസ് ചെയ്താൽ നമുക്കിത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഐയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ലൈറ്റിനെ പതിയെ സ്പ്രെഡ് ആക്കുകയും ഫൈനൽ ഇമേജിനെ ബാക്ക്വേർഡിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് റെറ്റീനയെ പെർഫെക്റ്റ്ലി ലാൻഡ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മുടെ നെക്സ്റ്റ് ഐ കണ്ടീഷനാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ഫാർ സൈറ്റഡ്നെസ്. എന്താണ് ഹൈപ്പർ മെട്രോപ്പിയ? ദൂരെയുള്ള ഒബ്ജക്ട്സിനെ ക്ലിയറായി കാണാൻ സാധിക്കുകയും അതേസമയം അടുത്തുള്ള ഒബ്ജക്ട്സ് ബ്ലറിയായി കാണുന്ന സിറ്റുവേഷനുമാണ് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നല്ലേ? നമ്മുടെ ഐബോൾ വളരെ ഷോർട്ട് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഐ ലെൻസ് ഫ്ലാറ്റ് ആണെങ്കിലോ ഇത് സംഭവിക്കും. നമ്മുടെ കണ്ണിലേക്ക് എൻറ്റർ ചെയ്യുന്ന ലൈറ്റിനെ നമ്മുടെ ഐക്ക് പ്രോപ്പറായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് റെറ്റിനയുടെ ബിഹൈൻഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും? ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്താൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. കോൺവെക്സ് ലെൻസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയില്ലേ? നമ്മുടെ കണ്ണുകളിലേക്ക് എൻറ്റർ ചെയ്യുന്ന ലൈറ്റിനെ ബെൻഡ് ചെയ്ത് ആ ഇമേജിനെ ഫോർവേഡിലേക്ക് പുൾ ചെയ്യുകയും അതുവഴി റെറ്റീനയെ അത് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി നമ്മൾ മൂന്നാമത്തെ ഐ കണ്ടീഷനാണ് പ്രസ്ബയോപ്പിയ. എന്താണ് ഈ പ്രസ്ബയോപ്പിയ? അത് നമ്മൾ വയസ്സാകും തോറും നമ്മുടെ കണ്ണുകൾക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ഇത്. അതായത് ദൂരെയുള്ള കാര്യങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അതേസമയം തന്നെ വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അടുത്തുള്ള കാര്യങ്ങൾ കാണാനായിട്ടുള്ള പാടും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ വയസ്സാകും തോറും നമ്മൾ സിലീറിയ മസിൽസ് വീക്കൻ ആവുന്നു. എന്താണ് ഈ സിലീറിയ മസിൽസ്? ഓർമ്മയുണ്ടോ? നമ്മുടെ ലെൻസ് ഹോൾഡ് ചെയ്യുന്ന മസിലാണ് സിലീറിയ മസിൽസ്. അത് വീക്ക് ആവുകയും അതുവഴി നമ്മുടെ ക്രിസ്റ്റലീനായിട്ട് ഐ ലെൻസ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് സിമ്പിൾ റീഡിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ ഇപ്പോൾ ഓൾറെഡി ഒരാൾക്ക് മയോപ്പിയ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ കൂടെ അയാൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന അവസ്ഥയും കൂടി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ മതിയാകും. അടുത്തതായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് നമ്മൾ മരണത്തിന് ശേഷം നമ്മുടെ കണ്ണുകൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കണ്ണുകൾ ഡൊണേറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊരു ബ്ലൈൻഡ് പേഴ്സണ് ജീവിതം കൊടുക്കാൻ സാധിക്കും. ഈ ഡെവലപ്പിംഗ് വേൾഡിൽ 35 മില്യൺ ആളുകളാണ് ബ്ലൈൻഡ് ആയിട്ടുള്ളത്. അതിൽ കൂടുതലും ക്യൂർ ആക്കാൻ പറ്റുന്നതാണ്. അതിൽ 4.5 മില്യൺ പീപ്പിളിന് കോർണിയൽ ബ്ലൈൻഡ്നെസ് ആണ് ഉള്ളത്. അത് ഒരു കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ വഴി കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ഈ 4.5 മില്യണിൽ 60% കുഞ്ഞുങ്ങളാണ്.
അതിൽ തന്നെ 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് വിഷൻ്റെ ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കൂടി പാസ് ചെയ്തൂടാ അല്ലേ? ഐ ഡോണേഴ്സ് ഏത് ഏജ് ഗ്രൂപ്പിലോ സെക്സിലോ ഉള്ളവരാവാം. കണ്ണാടി ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാറ്ററാക്ട് സർജറി കഴിഞ്ഞവർക്ക് ഒക്കെ കണ്ണുകൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ, ആസ്മ പേഷ്യൻസ്, അതുപോലെ തന്നെ മറ്റ് പകർന്ന അസുഖങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾക്ക് കണ്ണുകൾ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. മരണത്തിന് ശേഷം 4 തൊട്ട് 6 മണിക്കൂറിന് ഇടയ്ക്ക് വെച്ച് കണ്ണുകൾ റിമൂവ് ചെയ്യണം. അടുത്തുള്ള നിയറസ്റ്റ് ഐ ബാങ്കിനെ ഇൻഫോം ചെയ്യുക. ഈ ഐ ബാങ്ക് ടീം വന്ന് മരിച്ച ആളുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും ഈ കണ്ണുകൾ റിമൂവ് ചെയ്യുന്നത്. ഈ ഐ റിമൂവൽ വെറും 10 to 15 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. മുഖത്തിന് ഒരു ഡിസ്ഫിഗർമെൻറ്റും ഉണ്ടാകില്ല. എയ്ഡ്സ് കാരണം ഇൻഫെക്റ്റഡ് ആയ ആളുകളോ ഹെപ്പറ്റൈറ്റിസ് ബി, സി, റാബിസ്, അക്യൂട്ട് ലുക്കീമിയ, ടെറ്റനസ്, കോളറ, മെനിഞ്ചിറ്റിസ്, എൻസെഫലൈറ്റിസ് ഇവർക്കൊക്കെ കണ്ണുകൾ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഡൊണേറ്റ് ചെയ്ത കണ്ണുകളെ ഐ ബാങ്ക് കളക്ട് ചെയ്യുകയും അത് ഇവാലുവേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡൊണേറ്റ് ചെയ്ത കണ്ണുകൾ എല്ലാം തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ ഡൊണേറ്റഡ് ഐസ് ട്രാൻസ്പ്ലാന്റേഷന് സ്യൂട്ടബിൾ അല്ല എന്നവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ കണ്ണുകളെ അവർ വാല്യുബിൾ റിസർച്ചിനോ മറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനോ വേണ്ടി യൂസ് ചെയ്യും. ഡോണറിൻ്റെയും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിൻ്റെയും ഐഡൻറ്റിറ്റീസ് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ.